നമസ്തേ. 9/4/2025 ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തൊരു സ്റ്റിക്കറെങ്കിലും കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻ്റ് ഞാൻ വായിക്കുന്നുണ്ടെല്ലാം. മറുപടി തരേണ്ടതായ കാര്യങ്ങൾ പൊതുവായി പൊതുവായി പറയുന്നുണ്ട്. ചിലരോടൊക്കെ വിളിക്കാൻ പറയും, കാരണം അത് പൊതുവായി പറയാൻ കഴിയില്ല. കുറച്ച് വിശദമായി പറഞ്ഞാലേ മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് ചില കമൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്ന് വിളിക്കാൻ പറയും. അങ്ങനെയും ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ അറിയാം. അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുക്കുന്ന റിപ്ലൈ കണ്ടറിയാം. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിന് ഒരു ഫീസ് ഉണ്ടായിരിക്കും. അതേപോലെ ഒരു രസകരമായ കമൻ്റല്ല, ഒരു അദ്ദേഹം ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടായി ഒരാൾ. ഞാൻ പറയുന്നത് നമുക്കൊരു ഇത് ചുമ്മാ വീഡിയോ പോലെ പോകാതിരിക്കാം, രസമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, അങ്ങയുടെ യൂട്യൂബ് ഫലം എനിക്ക് 2 ദിവസമല്ല, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് 2 ദിവസമായിട്ട് കാണുന്നില്ല നക്ഷത്ര ഫലത്തെക്കുറിച്ച് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ കൃത്യമായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ ചിലപ്പോൾ സമയക്കുറവ് വന്നാൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യും. ഈ നമ്പർ ഉപയോഗിച്ച്, എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ യൂട്യൂബ് ചാനൽ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം തന്നൊരു മറുപടി വളരെ രസകരമാണ്. യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ, ഫേസ്ബുക്കിലാകുമ്പോൾ പൈസ തരണ്ടല്ലോ, കിട്ടില്ലല്ലോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹം അത് പറഞ്ഞിട്ട് അദ്ദേഹം അത് കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങേക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരണമെന്നാണോ പറയുന്നത്? അങ്ങേക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. അങ്ങ് സാധാരണ ഉപയോഗിക്കുന്ന നെറ്റ് ഉപയോഗിച്ചാൽ യൂട്യൂബും കിട്ടും. അതിന് അങ്ങേക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്കില്ല. അപ്പോൾ ആ ചോദ്യത്തിനകത്തുള്ള കാര്യം അത് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകളും. കാരണം വീഡിയോ കാണും, അതൊന്നും ഷെയർ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ല. അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മടിയാണ്. അത് മറ്റൊരാൾക്ക് ഗുണം കിട്ടിയെങ്കിലോ എന്ന് കരുതിയായിരിക്കാം. അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരാരും എനിക്ക് കമൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യേണ്ട. നല്ല ചിന്തകളുള്ളവർ, നല്ല മനസ്സുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് കമൻ്റായിട്ട് ചെയ്യുക. സ്റ്റിക്കർ കമൻ്റൊക്കെ ചെയ്യുക. കഴിയുന്നവരത് ഷെയർ ചെയ്യുക. ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യേണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ആരാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ കമൻറ്റുകൾ, നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാവുന്നത് പറയും. എല്ലാം ഒന്നും പറയില്ല കേട്ടോ. പറയാവുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ പറയും. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയില്ല, ആരുടെയും പേര് പറയില്ല, ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ സംഭവം സത്യമായിരിക്കും പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫലത്തിലേക്ക് വരാം. 9/4/2025 ബുധനാഴ്ച. ഇടവം തുലാം രാശിക്കാർക്ക് ശുഭകരമാണ്. വൃശ്ചികം മകരം രാശിക്കാർക്ക് മധ്യമമാണ്. മേടം കർക്കിടകം കുംഭം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഇത് വളരെ എളുപ്പമൊന്നുമല്ല ഈ പ്രോഗ്രാം തയ്യാറാക്കുക എന്നുള്ളത്. അതിൻ്റെ പുറകിൽ കുറേയധികം അധ്വാനിച്ചാലേ നമുക്ക് ഈ ഫലങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. വെറുതെ വന്ന് പറയുന്നല്ല, അത് നോക്കി വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ അധ്വാനം അതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ അധ്വാനത്തിന് നിങ്ങൾ തരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെയാണ്. അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും തന്നെയാണ് എനിക്ക് പ്രോത്സാഹനം നൽകുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്ക് ദോഷമാണ്.
പൊതുവെ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമല്ല ഇനി കാര്യമായിട്ട്. ദൈവാധീനമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ മറ്റു പല കാര്യങ്ങളിൽ നിന്നൊക്കെ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വരാൻ കഴിയും. പക്ഷേ കുറേ പ്രയാസങ്ങളുണ്ടാവും. ഒരു ആത്മവിശ്വാസക്കുറവ് ഈ 9-ാം തീയതി ബുധനാഴ്ച അനുഭവപ്പെടും. അതേപോലെ അലസത ഉണ്ടാവും. ഒരു കാര്യവും വിശ്വാസത്തോടെ ചെയ്യാൻ കഴിയില്ല, സംശയമായിരിക്കും. അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. മനസ്സ് അനുകൂലമായിരിക്കില്ല. മനസ്സ് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ മനസ്സ് അനുകൂലമല്ല എന്ന് തോന്നിയാൽ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് വേണ്ട ചിന്തകളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന ചിന്തകളെ കൂടുതൽ നിറയ്ക്കാതിരിക്കുക, അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കുക. എന്നിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അതേപോലെ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ കയറി വലിച്ചു വാരി കഴിക്കുന്ന ഒരു സ്വഭാവമുള്ളവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. ആസ്തമ പോലെ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല. മാനസികാസ്വസ്ഥ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ്. അതേപോലെ സഹോദര സ്ഥാനീയർ മേടക്കൂറുകാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യതകൾ ഉണ്ടാകും. വാക്കുകളും ഒന്നും അനുകൂലമല്ലാതെ പെട്ടെന്ന് വരുന്നത് കൊണ്ട് കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എടുത്തുചാട്ടം വളരെ ദോഷം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടക്കൂറുകാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. അശ്രദ്ധ മൂലം ചില ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടാകും. അത് അശ്രദ്ധ ഒഴിവാക്കിയാൽ അത് മാറും. ധനപരമായ നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കും. പൊതുവെ കുടുംബത്തിൻ്റെ ഒരു പിൻബലമൊക്കെ എല്ലാ കാര്യങ്ങളിലും കിട്ടും. തൊഴിൽ മേഖല മോശമായി വരുന്ന ഒരവസ്ഥയാണ് ഇനിയുള്ള കാലഘട്ടം. ജാതകം വളരെ അനുകൂലം അല്ലെങ്കിൽ, ഇപ്പോൾ ജാതകം വളരെ അനുകൂലമാണെങ്കിൽ തൊഴിൽ മേഖല അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ മേഖലയിലുണ്ടാവും. അതുകൊണ്ട് തൊഴിൽ മേഖലയുടെ കാര്യത്തിൽ മേടക്കൂറുകാർ ഒരു ശ്രദ്ധ, ഒരു കരുതൽ കൂടുതലെടുക്കുന്നത് പ്രത്യേകം നന്നായിരിക്കും. ഇനി നമുക്ക് ഇടവം രാശി. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശി ശുഭകരമായ ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ആരോഗ്യം മേന്മയുള്ളതായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇന്നത്തെ അവർക്ക് മാറ്റിവെക്കാതെ വേണ്ടതുപോലെ ചെയ്യാനുള്ളൊരു ഉന്മേഷമൊക്കെ കിട്ടും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മനസ്സ് തന്നെ അനുകൂലമാകുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നല്ല ചിന്തകളൊക്കെ വരുമ്പോൾ മനസ്സിൻ്റെ ഉണർവ് ശരീരത്തിനും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് പൊതുവെ മേന്മയുള്ളതായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലെയുള്ള മേന്മ ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ശ്രദ്ധിച്ചാൽ ഒരു ശ്രദ്ധ തൊഴിൽ രംഗത്ത് കൂടുതൽ കൊടുക്കുന്നുവെങ്കിൽ തൊഴിലാളികളെയും സഹപ്രവർത്തകരെയും ഒക്കെ കൂടെ നിർത്താനായിട്ട് കഴിയും. പൊതുവെ മേടക്കൂറുകാർക്ക് അല്ല ഇടവക്കൂറുകാർക്ക് ഈ ദിവസം അനുകൂലമായിരിക്കും. ഇടവക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ഇനി മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 3/4 ഭാഗം. മിഥുനക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ശരീരത്തിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. ദഹനക്കുറവ്, വിളർച്ച, ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. മിഥുന രാശിക്കാർ കുറച്ച് ജലം കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സമയം നന്നായിരിക്കും. ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതൊക്കെ പറഞ്ഞു പരിഹരിക്കാനായിട്ട് കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ദേഷ്യമൊക്കെ പറഞ്ഞു പരിഹരിക്കാൻ കഴിയും. എങ്കിലും അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് കുറച്ച് നാളത്തേക്കും കൂടെ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്തിലാണ് മക്കളിൽ നിന്നൊന്നും അത്ര അനുകൂലമായ സമീപനം ഉണ്ടാകുന്ന സമയമല്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥത കുറവ് മിഥുനം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ചില മോശമായ അനുഭവങ്ങളൊക്കെ ഈ ദിവസം പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നല്ല എന്ന് മനസ്സിലാവും. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ്. ഞാൻ മിക്കവാറും ഇടയ്ക്ക് എല്ലാ പോസ്റ്റുകളും ഉറവാശകളും പറയാറുണ്ട്. നമുക്ക് ദോഷകരമാകുന്ന ദിവസമാണെന്ന് തോന്നിയാൽ അത് ദോഷം വരാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും കൊടുക്കുന്നതിനാണ് ജ്യോതിഷം. അല്ലാതെ ദോഷം ഉണ്ടാകാൻ വേണ്ടിയല്ല. പ്രത്യേകിച്ച് ചാരഫലങ്ങൾ, ഗ്രഹചാര ഫലങ്ങൾ അനുസരിച്ച ഫലങ്ങൾ പ്രത്യേകിച്ച് അതിനു വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ അത് വരാതിരിക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുക. പക്ഷെ ജാതകവും ഇതേപോലെ തന്നെയാണെങ്കിൽ ശ്രമം കൊണ്ടും വലിയ കാര്യം ഉണ്ടാവില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ജാതകം അനുകൂലമാണെങ്കിൽ ദോഷങ്ങൾ ഇതിനകത്ത് പറഞ്ഞാലും ആ ഒരു മധ്യമാവസ്ഥയിൽ ആ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ തൊഴിൽ മേഖലയൊക്കെ ശ്രദ്ധിച്ച് മിഥുന രാശിക്കാർ മുന്നോട്ട് പോവുക. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മിഥുന രാശിക്കാർ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുക, ദോഷം ചെയ്യുന്ന സമയമായതുകൊണ്ട്. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകം രാശി. കർക്കിടകം രാശിക്ക് ദോഷമാണ്, അനുകൂലമായ സമയമല്ല. മനസ്സും ശരീരവും ഒന്നും അനുകൂലമായിരിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്തമ, മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത കൂടുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക്. ഇനി കുറച്ച് കാലത്തേക്ക് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഒക്കെ ഉണ്ടാവും. എടുത്തുചാട്ടം ഒഴിവാക്കണം. പരമാവധി കൂടുതൽ ആരോടും സംസാരിക്കാതെ അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും കർക്കിടകൂറുകാർക്ക് കുറച്ച് നാളത്തേക്ക് മേന്മ, ഈ ദിവസം പ്രത്യേകിച്ചും. അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തടസ്സങ്ങൾ ആ സമയത്തൊക്കെ ഉണ്ടാകും, എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല. എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് കർക്കിടകൂറുകാർക്ക് കഴിയും. എങ്കിലും പൊതുവെ ഈ ദിവസം കർക്കിടകൂറുകാർക്ക് ദോഷകരമായിരിക്കും. അതറിഞ്ഞ് നന്നായിട്ട് നാമം ജപിച്ച് ഈശ്വരാരാധന നടത്തി ക്ഷേത്ര ദർശനമൊക്കെ പറ്റുമെങ്കിൽ ചെയ്ത് കർമ്മ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ ഈ പറഞ്ഞ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് കഠിന ദോഷം തന്നെയാണ്. ദോഷമല്ല, കഠിന ദോഷമാണ്. അപ്പോൾ നന്നായി നാമം ജപിക്കുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക ഒക്കെ ചെയ്യണം കേട്ടോ. ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജാതകാൽ ശനി അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഭാഗ്യം വളരെ മോശമാവും ഇനിയുള്ള കാലം. അല്ല, അഷ്ടമത്തിലാണ്. ചിങ്ങൻ രാശിക്ക് അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അറിയാലോ, അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഭാഗ്യഹീനതയും അഷ്ടമത്തിൽ വരും. ശനി വരുമ്പോൾ അപകടങ്ങളുണ്ടാവാം, ഭാഗ്യഹീനത ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ ശരിയുടെ ഒരു മാറ്റം ഇപ്പം നടന്നിട്ടുള്ളത് കൊണ്ട് ഈ വായിൽ പഴയത് ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും അറിയാതെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ വന്നു പോയത് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കാം. അഷ്ടമത്തിലാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൊഴിൽ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും, അലസത അനുഭവപ്പെടും, ആരോഗ്യക്കുറവുണ്ടാവും, പ്രതിരോധ ശക്തി വളരെ കുറവുള്ള ഒരവസ്ഥ ഈ ദിവസങ്ങളുണ്ടാവും. അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. മനസ്സും അത്ര അനുകൂലമല്ല. മനസ്സ് അനുകൂലമല്ലാതെ വരുമ്പോൾ ശരീരത്തിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആസ്തമ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ള ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. നേത്ര രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. പിത്ത സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. പൊതുവെ ഒരു അലസത ഇവർക്ക് ഈ ദിവസം ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. മറ്റുള്ളവരോട് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും വാക്കുകൾ ഒരു പരിധി വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ചിങ്ങക്കൂറുകാർക്കെന്നുള്ളത് കൊണ്ട്. ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് ചില തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിലും വാക്കുകളൊന്നും നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നടക്കുമെന്നുള്ളതുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും ഒരു മോചനമൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര മേന്മയേറിയതല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശി. കന്നിരാശിക്ക് കഠിനദോഷമുള്ള ദിവസമാണ്. മനസ്സ് അസ്വസ്ഥമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കില്ല. അതേപോലെ തന്നെ ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഉദര സംബന്ധമായ അസുഖങ്ങൾ, ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് കന്നിരാശിക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജലദോഷം, അതേപോലെ ആസ്തമ തുടങ്ങിയവയ്ക്കുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. മൂക്കടപ്പൊക്കെ ഒന്നുള്ള അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരും അങ്ങനെയുള്ള ആളുകളും കന്നിരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ, ദിവസമാണ്. അതേപോലെ കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും കിട്ടിയാൽ അത് കടം തീർക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ മറ്റ് ചില ചെലവുകളിലൂടെ ആ ധനം പ്രയോജനപ്പെടാതിരിക്കാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ് തുലാം രാശിയെ സംബന്ധിച്ച്. പക്ഷെ ജാതകം കൂടെ അതിനകത്ത് ആഡ് ചെയ്താലുള്ള ഫലം പൂർണ്ണമായിട്ടാവുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് ശരിയെന്ന് മുഴുവൻ വിചാരിക്കരുത്. കാരണം അതേപോലെ ദോഷങ്ങൾ പറയുന്നവരൊക്കെ വലിയ പൈസ പണം മുടക്കിയൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല. നാമജപമൊക്കെ കലിയുഗത്തിൽ വളരെ പ്രധാനമാണ്. ചില ആളുകളെ സംബന്ധിച്ചും ചിലപ്പോൾ ജാതകമൊക്കെ പരിശോധിപ്പിച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത് വളരെ കുറച്ച് പേർക്ക് വരെയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നാമജപമൊക്കെ മതിയാവും. എൻ്റെ അടുത്ത് ജ്യോതിഷം നോക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, പരമാവധി ലളിതമായ പരിഹാര കർമ്മങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാവുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രം ചിലപ്പോൾ അല്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും ലളിതമായ കർമ്മങ്ങൾ തന്നെയായിരിക്കും. ലളിതമായ കാര്യങ്ങൾ, നാമജപം, അർച്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുകൊണ്ടൊക്കെ പരിഹരിക്കാവുന്നതാണ് ഭൂരിഭാഗം. അപ്പോൾ അത് മനസ്സിലാക്കുക. നാമജപം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. തുലാരാശിക്കാർക്ക് പൊതുവെ ശുഭകരമാണ്. ആരോഗ്യം അനുകൂലമാണ്. അതേപോലെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ തുലാരാശിക്കാർക്ക് പ്രവർത്തിക്കും. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെയൊക്കെ ഒരു മേന്മ അവർക്കുണ്ടാവും. ആരോഗ്യം അനുകൂലമായിരിക്കും. മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എങ്കിലും മനസ്സിന് ഒരു ചെറിയ ടെൻഷനൊക്കെ ചില സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ വിട്ടുകളയാം. നമുക്കറിയാലോ മനസ്സ് അസ്വസ്ഥമാകുമെന്ന്. അപ്പോൾ അത് മാറ്റിയാൽ മതി. നല്ല ചിന്തയൊക്കെ ഉണ്ടെന്ന പ്രശ്നം മാറും.
അല്ലെങ്കിൽ പെട്ടെന്ന് വർക്കൊന്ന് മാറ്റി ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ ആ മാറ്റം മനസ്സൊന്ന് മാറുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് ഓക്കെ ആയിക്കോളും. വേറെ കുഴപ്പങ്ങളൊന്നും ഈ കാര്യങ്ങളിലില്ല. സഹോദര സ്ഥാനീയരെന്ന് അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു കൂട്ടർ ഉണ്ടാകുമ്പോഴും അതിൽ ശത്രുതയോടുകൂടി കാണുന്ന ചില ആളുകൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ ഒന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ കലഹങ്ങൾ, എടുത്തുചാട്ടം മൂലമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഒരു പൊതുവെ അനുകൂലമാണെന്ന് പറഞ്ഞു. അതിലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ പൊതുവെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും. അത് മാറ്റിയെടുക്കാനും കഴിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഈ ദിവസം അത് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ കുറച്ച് നാളത്തേക്ക് കൊണ്ട് കുടുംബത്തിലൊരു അസ്വസ്ഥയൊക്കെ നിലനിൽക്കുന്ന സമയമാണ്. തൊഴിൽ മേഖല പൊതുവേ തുലാം രാശിക്കാർക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അനുകൂലമാണെന്നല്ല, അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ശനിയുടെയും സർപ്പത്തിൻ്റെയും ഒക്കെ യോഗം ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കും. എങ്കിലും പൊതുവെ അനുകൂലമാക്കാൻ ശ്രദ്ധിക്കും. നന്നായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് അനുകൂലാവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വൃശ്ചികം, വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യമൊക്കെ അനുകൂലമാണ്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. മനസ്സ് അനുകൂലമായിരിക്കും. ബുദ്ധി അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മേന്മ ഈ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കുടൽ സംബന്ധമായ അസുഖങ്ങൾ, ഉദരരോഗങ്ങൾ, കരൾ രോഗം, ഇതൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിട്ട് ചില തടസ്സങ്ങളൊക്കെ വന്നാലും ധനപരമായ കാര്യങ്ങളിൽ വൃശ്ചിക രാശിക്കാർക്ക് അല്പം മേന്മയുള്ള ദിവസമാണ്. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് പല കാര്യങ്ങളിലും അവർക്ക് ലഭിക്കും. ജീവിത പങ്കാളി മക്കളൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയേറിയതല്ല. മറ്റുള്ളവരുടെ സഹകരണം തൊഴിൽ മേഖലയിൽ കുറവായിരിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് കഠിനദോഷമാണ്. ആരോഗ്യം അനുകൂലമല്ല. മനസ്സും അനുകൂലമായിരിക്കില്ല. അപ്പോൾ ഈ ആരോഗ്യവും മനസ്സും അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അനുകൂലമാക്കാൻ നല്ല പ്രാർത്ഥന കൊണ്ടൊക്കെ കഴിയും. അതേപോലെ ദഹനക്കുറവ് പോലെ അസുഖങ്ങളുണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളവർ ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ഗ്യാസിൻ്റെ ഒക്കെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. ആഹാരമൊക്കെ നിയന്ത്രിച്ചാൽ അത് മാറ്റാൻ കഴിയും. അതുപോലെ മാതൃപിതൃസ്ഥാനീയരൊന്നും ധനുരാശിക്കാർക്ക് അനുകൂലമല്ല. ആസ്തമ, മാനസിക അസ്വസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നവർ ശത്രുക്കളാകാനുള്ളൊരു സാധ്യതയും ധനുരാശിക്കാർക്കുണ്ട്. അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചുകൊള്ളണം. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും. ആസ്മ,
മാനസിക അസ്വസ്ഥത ഇങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ മനസ്സിൻ്റെ അസ്വസ്ഥത കൊണ്ടുള്ള പല പ്രയാസങ്ങളും ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക്. വാക്കുകൾ അത്ര നല്ല രീതിയിലായിരിക്കില്ല മകരക്കൂറുകാർ ഉപയോഗിക്കുക. അതിൻ്റെ ഒരു ദോഷവും അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചൊക്കെ ശത്രുദോഷത്തെ കുറയ്ക്കാനായിട്ട് കഴിയും. കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ നേട്ടങ്ങളുണ്ടെങ്കിലും കടബാധ്യത എങ്ങനെ വരാം എന്ന് ചില ചോദ്യം ഉണ്ടാവാറുണ്ട്. ധനപരമായ നേട്ടങ്ങളുണ്ടെങ്കിലും കുറച്ച് വികസനവും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉള്ളവരാണ് മകരക്കൂറുകാരെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതേപോലെ ധനപരമായ നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുമല്ലോ. കുടുംബത്തിലും പൊതുവെ സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി മക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്ക് ദോഷമാണ്. കഠിന ദോഷം മാറി ദോഷമായിട്ടുണ്ട്. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷെ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. അലസത തോന്നും. അപ്പോൾ അതൊന്ന് മനഃപൂർവ്വം മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ധനനഷ്ടത്തിനുള്ള സാധ്യതയുള്ള സമയം കൂടെയാണ് അത്. മക്കൾ അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമല്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഇനി മീനം പൂരുരുട്ടാതി അവസാനം കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല മീന രാശിക്കാർക്ക്. പക്ഷേ എന്നാൽ മനസ്സ് അവർക്ക് അനുകൂലമാണ്. മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ മീനരാശിക്കാർക്ക് കിട്ടും. അങ്ങനെ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് പല കാര്യങ്ങളും അനുകൂലമല്ലാത്തവയും ഒരു പരിധിവരെ അനുകൂലമാക്കാനായിട്ട് അവർ കഴിയും. പക്ഷെ ആരോഗ്യ അനുകൂലം, പ്രത്യേകിച്ച് വാദ സംബന്ധമായും ഒക്കെ അസുഖമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ നേത്ര രോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും. കഫ സംബന്ധമായ അസുഖങ്ങൾ പ്രയാസമുണ്ടാക്കും. ആരോഗ്യകാര്യത്തിൽ പൊതുവേ മീനക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള കാലഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത്. ഈ ദിവസം ഒട്ടും അനുകൂലമായിരിക്കില്ല, ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവാം. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. മക്കൾ അനുകൂലമായിരിക്കില്ല. പക്ഷേ ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മീനരാശിക്കാർ ഈ ദിവസം സ്വീകരിക്കരുത്. കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മീനരാശിക്കാർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ്. ഇതിനകത്ത് ദോഷങ്ങളുള്ളത് ജാതകത്തിൽ ഗുണപരമായി അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഗുണത്തിൻ്റെ അളവിനൊന്ന് കുറയ്ക്കും എന്നതാണ് ഉള്ളത്. ജാതകത്തിലും ദോഷമാണ്, ഇതിലും ദോഷമാണെങ്കിൽ തീർച്ചയായും ആ ദോഷഫലങ്ങൾ കാഠിന്യത്തോടെ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്രയേ ഉള്ളൂ, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ കൈകളിലല്ല ഇതൊന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ പോകുമെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, ദുഃഖം നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. പക്ഷേ പലപ്പോഴും ദുഃഖം ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്ക് വരുന്നത് ദുഃഖമാണ്. അത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ദുഃഖവും സുഖവും ഒക്കെ കുറേയൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ നമുക്ക് കഴിയുമെന്നൊഴികെ സുഖദുഃഖങ്ങളൊക്കെ നമ്മുടെ ജന്മാന്തരകൃതമായ കാര്യങ്ങളുടെ ഫലമാണ്. അത് നൽകുന്ന ഈശ്വരനെ സാഷ്ടാംഗം പ്രണമിക്കാനേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ഈശ്വരനാമത്തോടെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ പരമാവധി ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ കുറച്ച് ഉപയോഗിക്കുക. മിഥുനം, ചിങ്ങം, കന്നി, ധനു, മീനം രാശിക്കാരൊക്കെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അവർക്ക് കഠിന ദോഷമുള്ളവരാണ്. നാമജപമൊക്കെ കൂടുതൽ ചെയ്യുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അങ്ങനെ ഈശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നല്ല മനസ്സോടെ നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുക. മാതൃപിതൃ സ്ഥാനീയർക്കൊക്കെ ദോഷം പറഞ്ഞിട്ടുള്ളവർ അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കുന്നത്
വളരെ ശ്രദ്ധയോടും കരുതലോടുമാകുക. അവരെന്തെങ്കിലും നെഗറ്റീവ് പറയുന്നെങ്കിൽ അവിടുന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക, തിരിച്ചു പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആ അന്തരീക്ഷത്തെ ശാന്തമാക്കണമെന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളെ ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ നൽകുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ സ്വീകരിക്കുകയും കൂടെ ചെയ്യുക. എല്ലാവരും ഇതിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്തേ.